6 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മനുഷ്യരാശിക്ക് അനുഗ്രഹവും വഴികാട്ടിയുമായ ശ്രീ ഭദ്രകാളി ദേവി കുടികൊള്ളുകയും ആധിപത്യം വഹിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ തെക്കുഭാഗത്താണ് പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമുടി രൂപത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത്. വെള്ളയാണി ദേവി ക്ഷേത്രം പോലെ തന്നെ വാഴ്ത്തി പൂജയാണ് ഈ ക്ഷേത്രത്തിലും നടന്നു വരുന്നത്. പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പാച്ചല്ലൂർ വലിയവിള കുടുംബത്തിലെ പരമഭാഗവതനായ ഒരു ആചാര്യൻ പണ്ഡിതനായ ഒരു യോഗിയും ഒരുമിച്ച് യാത്ര ചെയ്തു മടങ്ങുമ്പോൾ ഒരു വടവൃക്ഷത്തണലിൽ 2 സ്ത്രീകൾ ക്ഷീണിതരായി ഇരിക്കുന്നത് കാണുവാനിടയായി. അന്വേഷണത്തിൽ അവർ കൊടുങ്ങല്ലൂരിൽ നിന്നും പശ്ചിമ തീരം വഴി നടന്ന് വന്നവരാണെന്ന് മനസ്സിലായി. ഇവർക്ക് ആ മഹാപണ്ഡിതന്മാർ നാട്ടുവാഴയുടെ തുമ്പിലയിൽ കരിക്കും മലരും പഴവും നൽകി. കാരണവർ തിരികെ വീട്ടിലെത്തുമ്പോൾ സഹോദരിമാരിൽ ഒരാൾ വലിയവിള കുടുംബത്തിലെ ആരാധനാ സ്ഥാനത്ത് ഉപവിഷ്ടയായിരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുത സപ്തനായിപ്പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആ ദിവ്യ തേജസ്വിനി അപ്രത്യക്ഷയായി. പകരം ആ സ്ഥാനത്ത് അപൂർവമായ രീതിയിൽ തെളിഞ്ഞ് ഒളികൊള്ളുന്ന തരത്തിൽ ഒരു നെയ്ത്തിരുനാളം കാണപ്പെട്ടു. വലിയവിള തറവാട്ടിലെ ഭക്തദേശികന് കാലാന്തരത്തിൽ ദേവിയുടെ ദർശനം ലഭിച്ചുകൊണ്ടേയിരുന്നു. ആ ദർശനങ്ങൾക്കനുസൃതമായി രൂപം കൊണ്ട ദേവീഗൃഹമാണ് പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ദേവി മനുഷ്യരൂപത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ വിഭവങ്ങളായ കരിക്കും മലരും പഴവും തന്നെയാണ് ഇപ്പോഴും ഇവിടത്തെ പ്രധാന പൂജാ നിവേദ്യങ്ങൾ. പൂർവാചാര്യ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ സാത്വികമായ പൂജാ സമ്പ്രദായമാണ് അനുവർത്തിച്ചു പോരുന്നത്. വലിയവിള കാരണവർക്ക് ദർശനം നൽകിയ സ്ത്രീ കൊടുങ്ങല്ലൂരിൽ നിന്നും വന്നതിനാലാവണം ഉത്സവവേളകളിൽ കണ്ണകി ചരിതമാണ് ഭദ്രകാളിപ്പാട്ടായി പാടിപ്പോരുന്നത്. ബ്രാഹ്മണ സ്ത്രീയാൽ ശപിക്കപ്പെട്ട നാട് ദേവീ കടാക്ഷത്തിൽ സംരക്ഷിച്ചു പോരുന്നു എന്ന മറ്റൊരു ഐതിഹ്യവും ഈ ക്ഷേത്ര ഉൽപ്പത്തിയെപ്പറ്റി നിലനിന്നു പോരുന്നുണ്ട്. കുംഭമാസത്തിലെ പൂരം നാൾ തെക്കൻ കേരളത്തിലെ പാച്ചല്ലൂർ നിവാസികൾക്ക് സവിശേഷതകളുടെ ആഘോഷദിനമാണ്. ഈ ദിവസമാണ് ഇവിടത്തെ പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനു ചുറ്റും തെങ്ങോളം ഉയരത്തിൽ ദീപാലങ്കൃതവും പുഷ്പാലങ്കൃതവുമായ പാച്ചല്ലൂരമ്മയുടെ നേർച്ച തൂക്കവില്ല് ഭക്തി പുരസ്സരം വലം വയ്ക്കുവാൻ പോകുന്നത്. പാച്ചല്ലൂർ ഗ്രാമം ഒന്നടങ്കം പങ്കുകൊണ്ടു നടത്തുന്ന ഈ ഉത്സവം നാടിൻ്റെ നാനാഭാഗത്തുമുള്ള സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിൽ മാറിയിരിക്കുന്നു.